മക്കൾ രണ്ടുപേരും രംഗണ്ണൻ ഫാൻസ്. ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. മക്കൾ രണ്ടുപേരും രംഗണ്ണൻ ഫാൻസ്. പറയുന്നത് ടൊവിനോയാണ്. ടൊവിനോയുടെ ഈ അടുത്ത് വന്ന ഒരു ഇന്റർവ്യൂവിൽ നിന്ന് കിട്ടിയ കുറച്ച് വാക്കുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. രംഗണ്ണനെ ഇഷ്ടപ്പെടുന്ന തന്റെ മക്കളെ കുറിച്ച് വാചാലനാവുകയാണ് ടൊവിനോ. ഇവിടെ ജപ്പാനിൽ വെച്ച് തനിക്ക് അനുഭവപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചും തമിഴ്നാട്ടിൽ താൻ കണ്ട ചില ഫഹദ് അനുഭവങ്ങളെ കുറിച്ചുമൊക്കെ അദ്ദേഹം പങ്കുവച്ചു ആ അഭിമുഖത്തിൽ വെച്ച്. അഭിമുഖത്തിന്റെ ചില വിശദ ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ജപ്പാനിൽ വെച്ച് രംഗണ്ണനെ വിളിക്കണമെന്ന് ബഹളം. ഒടുവിൽ ഫഹദ് വീഡിയോ അയച്ചു. എന്റെ മക്കൾ ഞാനൊഴികെ ബാക്കി എല്ലാവരുടെയും ഫാനാണ്, ടൊവിനോ പറയുകയാണ്. തന്റെ മക്കൾ രംഗണ്ണന്റെ കടുത്ത ആരാധകരാണെന്ന് തുറന്നു സമ്മതിക്കുകയാണ് നടൻ ടൊവിനോ തോമസ്. അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി സംസാരിക്കുന്നതിനിടെയാണ് ടൊവിനോ ഇക്കാര്യങ്ങൾ പങ്കുവച്ചിരുന്നത്. എന്നാൽ അന്ന് പങ്കുവച്ച അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോൾ വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അഭിമുഖത്തിനിടെ ഫഹദ് ഫാസിലിൽ നിന്നും എന്തെങ്കിലും മോഷ്ടിക്കാൻ അവസരം കിട്ടിയാൽ എന്ത് മോഷ്ടിക്കുമെന്ന് ചോദിച്ചപ്പോൾ അതിനും വ്യക്തമായ ഒരു മറുപടി ടൊവിനോ പങ്കുവച്ചിരുന്നു. ഫഹദിന്റെ കണ്ണാകും താൻ മോഷ്ടിക്കുക എന്നാണ് ടൊവിനോ അന്ന് പറഞ്ഞത്. നല്ല കണ്ണുണ്ടാവുക, അത് നന്നായി ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. എന്റെ കണ്ണത്ര വലുതൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ഉള്ളത് വെച്ച് എന്തൊക്കെ ചെയ്യണമെന്ന പരിപാടിയിലാണ്. ശരിക്കും നമ്മുടെ കണ്ണുകളിലൂടെയാണല്ലോ നമ്മൾ എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത് എന്നാണ് ടൊവിനോ പറഞ്ഞത്. പിന്നീടാണ് തന്റെ മക്കൾ രണ്ടുപേരും രംഗണ്ണൻ ഫാൻസ് ആണെന്ന കാര്യം ടൊവിനോ തുറന്നു പങ്കുവച്ചത്. ഞങ്ങൾ വെക്കേഷന് പോയ സമയത്ത് രണ്ടു പിള്ളേരും തലങ്ങും വിലങ്ങും നിന്ന് രംഗണ്ണനെ വിളിക്കണമെന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. ജപ്പാനിലുള്ള സമയത്ത് ഞാൻ എന്നിട്ട് വിളിച്ചു, പക്ഷെ കിട്ടിയില്ല. ശേഷം ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അയച്ചു, ഇവിടെ രംഗണ്ണൻ ഫാൻസ് ഉണ്ടെന്നും പറഞ്ഞ്. അപ്പോൾ പുള്ളി തിരിച്ച് എടാ മോനെ എന്നൊക്കെ വിളിച്ച് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നു. സിനിമാ നടൻ എന്നുള്ള കൺസിഡറേഷൻ ഒന്നും എനിക്ക് എൻ്റെ വീട്ടിൽ കിട്ടില്ല. ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും സിനിമാ നടന്മാരാണ്. എനിക്കൊരു രീതിയിലും പക്ഷേ വീട്ടിൽ അത് കിട്ടാറില്ല. മക്കൾ ബാക്കി എല്ലാ താരങ്ങളുടെയും ഫാനുകളാണ്. ആവേശം കണ്ട ശേഷം കുറച്ചുനാൾ മക്കൾ രംഗണ്ണൻ ഫാൻസ് ആയിരുന്നു. എടാ മോനെ എന്നൊക്കെ പിള്ളേരും വീട്ടിലിടയ്ക്കിടെ പറഞ്ഞു നടക്കുന്നത് കാണാം. ഞാനും ഇടയ്ക്ക് അവരോട് രംഗണ്ണൻ ചോദിക്കുന്നത് പോലെ മക്കളെ ഹാപ്പിയല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ടെന്നും ടൊവിനോ പറഞ്ഞു. ഏതായാലും ഫഹദ് ഫാസിൽ എന്ന താരത്തെക്കുറിച്ച് ഇപ്പോഴത്തെ സെൻസേഷണൽ ഹീറോയായി മാറി കഴിഞ്ഞിരിക്കുന്ന ARMനിലൂടെ തന്റെ വൻ വിജയ ചിത്രം നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന ടൊവിനോ തോമസ് പറഞ്ഞ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ഫഹദ് ഫാസിൽ എന്ന താരം ഇപ്പോൾ ഏത് രീതിയിലാണ് ആഘോഷിക്കപ്പെടുന്നത് നമുക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത തലങ്ങളിലേക്ക് അദ്ദേഹം വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. തെന്നിന്ത്യ എന്നല്ല, ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന താരമായി ഫഫ എന്ന ഫഹദ് ഫാസിൽ വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. വേട്ടയൻ എന്ന ചിത്രമാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് ഇനി പുറത്തു വരാനിരിക്കുന്നത്. ഒക്ടോബറിൽ ആ ചിത്രത്തിന്റെ റിലീസുണ്ട്. രജനി പോലും അദ്ദേഹത്തിന്റെ അഭിനയം കണ്ട് വിസ്മയിച്ചു പോയ ചില നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ അത് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അഭിമുഖം പിന്നീട് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചും ARMനെ കുറിച്ചും ഒപ്പം ഫഹദ് ഫാസിലിനെ കുറിച്ചുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.